ബിഗ് ബോസിൽ 70-ാമത്തെ എപ്പിസോഡോ മറ്റോ ആണ് കേട്ടോ ഇന്നലെ നടന്നത് അല്ലേ. എപ്പിസോഡ് 70 സാധാരണ 70-75 എന്നൊക്കെ പറയുന്നത് ബിഗ് ബോസിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ടൈമാണ്. ചില കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് പുറത്താക്കുന്ന ഒരു ടൈമാണ്. ചിലപ്പോൾ കണ്ടസ്റ്റൻസ് ക്വിറ്റ് ചെയ്ത് പോകുന്നത് ഈ ടൈമിലാണ്. എന്ന് വെച്ചാൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഷാനവാസ് ബിഗ് ബോസിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഇന്നലത്തെ സംഭവങ്ങൾ കണ്ടപ്പോൾ ചെറിയൊരു ഡൗട്ടുണ്ട് കേട്ടോ. പിന്നീട് ഇന്ന് വന്ന പ്രൊമോയിലും ഷാനവാസിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം മൂപ്പര് ആകെ തകർന്നു നിൽക്കുകയാണ്. ഷാനവാസിന് ഈ സീസണിൽ ഇങ്ങനെ ലാലേട്ടനെ നേരിടേണ്ടി വന്നിട്ടില്ല. ഏറ്റവും ടോപ്പ് സീനിയറായിട്ട് നിൽക്കുന്ന ബിഗ് ബോസ് വീട്ടിലെ ഒരു കണ്ടസ്റ്റൻ്റാണ്. അവിടെ ഏറ്റവും കൂടുതൽ പ്രായമുള്ളത് ഷാനവാസിനാണ്. അനീഷിനേക്കാൾ ഏജുണ്ട്. സീരിയൽ രംഗത്ത് അവിടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ബിഗ് ബോസ് വീടിനകത്ത് നിലവിലുള്ളതിൽ, അത് ഷാനവാസാണ്. അതോടൊപ്പം തന്നെ ഷാനവാസ് നമ്മൾ കേട്ടിട്ടുണ്ട് സെറ്റുകളിലൊക്കെ പുള്ളി ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള ഒരാളാണ്. പലരിടത്തും വഴക്കുണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഈഗോ പെട്ടെന്ന് ഹേർട്ട് ആവുന്ന ആളാണ്. അദ്ദേഹത്തിന് ആരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. കുറച്ച് ആ ഒരു നല്ല പൗരുഷം കാണിച്ച് നിൽക്കുന്ന, പിന്നെ ഇന്നത്തെ മോഡേൺ എന്താ പറയുക ഫെമിനിസ്റ്റുകളുടെയൊക്കെ വാക്കിൽ പറഞ്ഞാൽ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള ആളാണെന്ന് വേണമെങ്കിൽ ഷാനവാസിനെ പറയാം. പക്ഷേ ഭയങ്കര ഭയങ്കര കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിക്ക്. ആരുടെയും മുമ്പിൽ അങ്ങനെ താന്നു കൊടുക്കുന്നതും അങ്ങനെ നട്ടല് വളച്ച് നിൽക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ വേണ്ടി വന്നാൽ ഇറങ്ങിപ്പോകാൻ ഒരു മടിയും ഇല്ലാത്ത ആളാണ് ഷാനവാസ്. അക്ബറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൺഫെഷൻ റൂം ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെ ഇവിടെ ആരുടെ മുമ്പിലായി കൊടുത്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ ഇന്ന് വേണമെങ്കിൽ ഇന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ് ക്വിറ്റ് ചെയ്ത് പോകുമോ? സാധ്യതയുണ്ട്. ഷാനവാസ് ക്വിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഡേ അല്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞ ഷാനവാസ് നിന്ന് പോവും. ചിലപ്പോൾ ടോപ്പ് 5 വരെയൊക്കെ എത്താം. പക്ഷേ അല്ല എങ്കിൽ ഷാനവാസ് ഇതിൽ നിന്ന് പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ പുള്ളി ക്വിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിബിൻ ഇതുപോലെ ഒരു വീക്കെൻഡിൽ തകർന്നു പോയ ഒരാളാണ്. ഷാനവാസിൻ്റെ കാര്യം നമുക്കറിയില്ല. ഷാനവാസ് പറയുന്നതനുസരിച്ച് ബിഗ് ബോസ് ഒന്നും അധികം കണ്ടിട്ടില്ല എന്നൊക്കെയാണ് തോന്നുന്നത്. അതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ ഇന്നലത്തെ ഒരു സ്വരൂപത്തെ ഉൾക്കൊള്ളാൻ ഷാനവാസിന് കഴിയുമോ എന്നൊക്കെ ഉള്ളത് കണ്ടു തന്നെ അറിയണം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.